3 പതിറ്റാണ്ടിലേറെ ആദ്യമായി ICC ടൂർണമെന്റിന് ആതിഥേയരായിട്ടും പാക് ക്രിക്കറ്റ് ബോർഡിന് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടമായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ നാട്ടിൽ ന്യൂസിലൻഡിനെതിരെ ഒരേ ഒരു മത്സരം മാത്രമാണ് പാകിസ്ഥാന് കളിക്കാൻ സാധിച്ചത്. ഇന്ത്യക്കെതിരായ മത്സരം നിഷ്പക്ഷമായ വേദി ദുബായിൽ കളിച്ചപ്പോൾ ബംഗ്ലാദേശിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതോടെ ടൂർണമെന്റിനായി കോടികൾ ചെലവഴിച്ച പാക് ക്രിക്കറ്റ് ബോർഡ് നേരിട്ടത് ഏകദേശം 869 കോടി രൂപയുടെ നഷ്ടമാണെന്നാണ് ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി റാവൽപിണ്ടി, ലാഹോർ, കറാച്ചി എന്നീ 3 പ്രധാന സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനായി ഏകദേശം $58 മില്യൺ പാക് ക്രിക്കറ്റ് ബോർഡ് ചെലവഴിച്ചിരുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 50% അധിക തുക ചെലവഴിച്ചാണ് സ്റ്റേഡിയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കിയത്. ഇതിനു പുറമെ ടൂർണമെന്റിന്റെ മുന്നൊരുക്കങ്ങൾക്കായി $40 മില്യൺ കൂടി ചെലവഴിക്കുകയും ചെയ്തു. എന്നാൽ ആതിഥേയത്വം വഹിച്ചതിനുള്ള ഹോസ്റ്റിംഗ് ഫീസായി $6 മില്യൺ മാത്രമാണ് പാക് ബോർഡിന് ലഭിച്ചിരുന്നത്. ഇതിനു പുറമെ സ്പോൺസർഷിപ്പ്, ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും നാമമാത്ര തുക മാത്രമാണ് പാക് ബോർഡിന് ലഭിച്ചതെന്നും ടെലിഗ്രാഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പിൽ കനത്ത നഷ്ടം സംഭവിച്ചത് ബോർഡിന്റെ ഭാവി പദ്ധതികളെയും കളിക്കാരുടെ പ്രതിഫലമടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കളിക്കാരുടെ മാച്ച് ഫീസ് 40,000 പാകിസ്ഥാനി രൂപയിൽ നിന്നും 10,000 രൂപയായി പാക് ക്രിക്കറ്റ് ബോർഡ് വെട്ടിക്കുറച്ചുവെന്നാണ് പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് പാക് ബോർഡ് കളിക്കാരുടെ മാച്ച് ഫീസ് വെട്ടിക്കുറച്ചത്. അതുപോലെ തന്നെ കളിക്കാർക്ക് 5 സ്റ്റാർ താമസ സൗകര്യങ്ങൾ നൽകിയിരുന്നത് ഇക്കോണമി ഹോട്ടലിൽ താമസിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും ജയിക്കാതെ പാകിസ്ഥാൻ പുറത്തായിരുന്നു. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ നടത്തിയതും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കനത്ത തിരിച്ചടിയാകുകയും ചെയ്തിരുന്നു.